കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് താങ്കൾ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ MR അജിത് കുമാർ നൽകിയ മൊഴി, അതാണ് വ്യാജ മൊഴി എന്ന രൂപത്തിൽ ഇപ്പോൾ DGP കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ കേസ് എടുക്കണം, ക്രിമിനലോ സിവിലോ ആയ കേസ് എടുക്കണം എന്നാണ് DGP മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം. സർക്കാർ കേസെടുക്കാൻ സാധ്യതയില്ല എന്നുള്ള പ്രതികരണം താങ്കൾ നേരത്തെ നടത്തി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് MR അജിത് കുമാറിനെ സർക്കാർ ഇങ്ങനെ സംരക്ഷിക്കുന്നത്? സർക്കാർ എന്നതിനപ്പുറം മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതാണ് താങ്കൾ കരുതുന്നത്? എന്തുകൊണ്ട് അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു തീരുമാനവും എടുക്കാൻ കഴിയാതെ പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, ഞാൻ നൽകിയിട്ടുള്ള പരാതികൾ, അത് വസ്തുതാപരമാണ്. അതിൽ അജിത് കുമാർ പങ്കാളിയാണ്, P ശശി പങ്കാളിയാണ്, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ പങ്കാളിയാണ്, മരുമകൻ സ്വാഭാവികമായും അതിൽ പങ്കാളിയാകുമല്ലോ. അപ്പോൾ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും ഒരു നടപടി ഗവൺമെൻറ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ബൂമറാങ് പോലെ തിരിച്ചു വരുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കും ഓഫീസിലേക്കുമാണ്. അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെ സംരക്ഷിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബം സംരക്ഷിക്കുന്നതിന് സമമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പോറ്റുമകനാണ് അജിത് കുമാർ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്.